ഹായ് ഗൈസ്, വെൽക്കം ടു ഗ്രിപ്പി വീൽസ്. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ലോങ് ടൈം റിവ്യൂ ആണ്. ഒരു ഹോണ്ട എക്സ്പ്ലേഡ് 2018 മോഡൽ, അതായത് 2 ഇയേഴ്സ് പഴക്കമുള്ള ഒരു വണ്ടിയുടെ റിവ്യൂ ആണ്. ലോങ് ടൈം എങ്ങനെയുണ്ട് വണ്ടി യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ എങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. അത് 2018 മോഡലാണ്, നോൺ ABS മോഡലാണ്, കാർബറേറ്റഡ് എഞ്ചിനാണ് വരുന്നത്. ഇത് 162 cc വരുന്നൊരു എഞ്ചിനാണ്. ഇതിൻ്റെ ഒരു പവർ ഫിഗർ പറയുകയാണെന്നുണ്ടെങ്കിൽ 13.93 bhp at 8500 RPM. അതേപോലെ തന്നെ ഒരു 13.9 Nm ടോർക്ക് വരുന്നുണ്ട്. ഒരു 6000 RPM മാക്സിമം ടോർക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പോൾ ഈ വണ്ടിയുടെ ടാങ്കൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മസ്കുലർ ആയിട്ടുള്ള ടാങ്ക് തന്നെയാണ് കൊടുത്തത്. അങ്ങനെ ഒരു എഡ്ജി ഡിസൈനാണ് ടാങ്ക് ആണെങ്കിലും. അതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ആണെങ്കിലും, ഫ്രണ്ട് സൈഡിലെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഓൾ LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ വൈസറുടെ ടോപ്പിലായിട്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് മൗണ്ട് ചെയ്തിട്ടുള്ള, ഇതിന് ബൈ ഡിഫോൾട്ട് തന്നെ ഇതിന് ഹസാർഡ് ഇൻഡിക്കേറ്റർ ഇതിന് വരുന്നുണ്ട്. ഇതിൻ്റെ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി പറയുകയാണെന്നുണ്ടെങ്കിൽ 160 cc ആണെങ്കിലും ഇപ്പോൾ ഹോർണറ്റിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷേ ഹോർണറ്റിനേക്കാളും കുറച്ചുകൂടി വണ്ടിക്ക് മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടയർ സൈസ് ചെറുതാണ്. അതേപോലെ തന്നെ വെയിറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ ടയർ സൈസ് ചെറുതാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ ടയർ സൈസ് നോക്കുവാണെങ്കിൽ തന്നെ 80 ആണ് വരുന്നത്. 80/100 17 സൈസ് റിമ്മാണ് ഫ്രണ്ടിലെ ടയർ വരുന്നത്. അതേപോലെ തന്നെ റെയറിലെ ടയർ എന്ന് പറയുമ്പോൾ അത് 130 സൈസാണ് വരുന്നത്. 130 70 17 ആണ് എൻ്റെ റെയറിലെ ടയർ സൈസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ടയർ സൈസ് ചെറുതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ടൂറർ എന്നുള്ള രീതിക്കാണ് വണ്ടി ഷോറൂം, അതായത് കമ്പനി ക്ലെയിം ചെയ്ത് വണ്ടി ഇറക്കിയ വണ്ടി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലെ ടയർ ചെറുതും ബാക്കിലെയും ഒരു മീഡിയം സൈസ് ടയർ കൊടുത്തിട്ടുള്ളത്. അത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി നല്ലോണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഓൾമോസ്റ്റ് 50 to 55 km/L നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു ഫുൾ ടാങ്ക് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 600 km ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ LED ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു മീറ്ററാണ്. അതിൽ നമുക്ക് ക്ലോക്ക് ഉണ്ട്, ട്രിപ്പ് A ട്രിപ്പ് B, RPM, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ, ഇതിൻ്റെ മീറ്ററുടെ ഒരു കൺസോൾ എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഇവിടെ ഒരു അതായത് ഹസാർഡ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സെൽഫ് സ്റ്റാർട്ട്, അതിന് എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് ഇല്ല. അത് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്കൊരു എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ ഒരു ട്രാഫിക്കിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സ്വിച്ചാണിത്. അതുകൊണ്ട് സ്വിച്ചിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്രയും നല്ലൊരു ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ലാത്തൊരു സ്വിച്ചസാണ്, നല്ല ക്വാളിറ്റി. ഒരു ഹോണ്ടയിൽ എക്സ്പെക്ട് ചെയ്തൊരു ക്വാളിറ്റി ഇതിലില്ല സ്വിച്ചസിൽ. ഇപ്പോൾ സിംഗിൾ ഹോണാണ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. മിറേഴ്സൊക്കെ കുഴപ്പമില്ല, നല്ലൊരു മിററാണ്. അത്യാവശ്യം നല്ല വ്യൂസും വൈബ്രേഷൻസും ഒന്നും ഇതില്ലാത്തൊരു വ്യൂസാണുള്ളത്. ഇതിനൊരു നമുക്കൊരു 12 ലിറ്റർ ടാങ്കാണ് വരുന്നത്. അതെ, വണ്ടി ഫുൾ ഫൈബറാണ്. ഇവൻ ഈ ഗ്രാബ് റെയിൽ നോക്കിയാൽ തന്നെ ആവട്ടെ, ബാക്ക് ടെയിലിൻ്റെ സൈഡ്, അതുപോലെ ടാങ്ക് ആവട്ടെ, ഇതൊക്കെ ഫൈബറാണ്. ഇതിലുള്ള ചെറിയൊരു മെറ്റൽ ടാങ്ക് ഉണ്ട്. ഇപ്പോൾ സീറ്റാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ വണ്ടി വെച്ച് ഹോർണറ്റ് വെച്ച് കമ്പയർ ആണെങ്കിൽ നല്ല വൈഡുമാണ്, നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റാണ് ഇതിന് വരുന്നത്. കണ്ടാൽ തന്നെ നല്ലൊരു രണ്ടുപേർക്ക് ഫുൾ കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു സീറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ടെയിലായിട്ട് നമുക്കൊരു LED ടെയിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു സിംഗിൾ LED ബ്രേക്ക് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് വണ്ടിക്ക്. അതൊരു ടയർ ഹഗ്ഗറുണ്ട്, ചെളിയൊന്നും അങ്ങനെ തെറിക്കാത്ത ടൈപ്പാണ്. പിന്നെ ഒരു ഡുവൽ ബാരൽ എക്സോസ്റ്റാണ് വണ്ടി കൊടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്വീറ്റ് എക്സോസ്റ്റ് നോട്ടാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക്കാണ്, ഫ്രണ്ട് സൈഡിലെ ഡിസ്ക്കും ബാക്കിൽ ഡ്രമ്മാണ് വരുന്നത്. ഇത് നോൺ ABS ആണ്. ഇതേപോലെ ഇതിൻ്റെ ABS വരുന്നുണ്ട്. അത് സിംഗിൾ യൂണിറ്റ് ABS ആണ്, ഫ്രണ്ടിൽ മാത്രം ABS ആയിട്ടുള്ളൊരു ടൈപ്പ് വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു ബൈറ്റുള്ള ബ്രേക്കാണ്. ഇവൻ ഫ്രണ്ട് സൈഡ് ആണെങ്കിലും റൈറ്റ് സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബ്രേക്കുള്ളത്. ഇതിന് കോംബി ബ്രേക്ക് സിസ്റ്റം ഒന്നും 2018 വന്നിട്ടില്ല. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ബൈക്കാണ്. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഇച്ചിരി സ്പോട്ടി. അതായത് നമ്മൾ സ്ട്രീറ്റ് ഫൈറ്ററൊക്കെ ഓടിക്കുന്ന രീതിയിലുള്ള ഒരു ചെറുതായിട്ടൊരു സ്പോട്ടിനെസ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു സീറ്റിംഗ് പൊസിഷനാണ്. കുറച്ച് സ്ലാൻഡായിട്ട് ഫ്രണ്ടിലോട്ട് ഇരിക്കണം. ആ രീതിയിലാണ് വണ്ടിയുടെ മേക്കുള്ളത്. ഇപ്പോൾ വണ്ടിയുടെ നമുക്ക് എക്സോസ്റ്റിനോടൊന്ന് നമുക്ക് കേൾക്കാം. ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട്. നല്ലൊരു എക്സോസ്റ്റ് നോട്ടാണ്. ഇപ്പോൾ റൈഡ് ചെയ്യുമ്പോഴാണേലും കേൾക്കാൻ നല്ലൊരു സുഖമുള്ള ടൈപ്പ് എക്സോസ്റ്റ് നോട്ടാണ് വണ്ടി ഉള്ളത്. ഇതാണ് വണ്ടി. കംപ്ലയിൻസ് ആയിട്ട് എനിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല വണ്ടിക്ക്. വണ്ടി നല്ല റണ്ണിങ് ഫൈനാണ്. ഇപ്പോൾ ഒരു 14,700 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എനിക്ക് കംപ്ലയിൻസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല, എല്ലാം വർക്കിംഗ് ഫൈനാണ്. എനിക്ക് ആകെയുള്ളൊരു
വിഷമം എന്ന് പറഞ്ഞാൽ സ്വിച്ചസിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് പോരാ. എനിക്ക് സ്വിച്ചസ് ചില സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ കണ്ടോ ചില സ്റ്റക്കാവുന്ന കംപ്ലയിൻസ് ഉണ്ട്. കാണാം സ്റ്റക്കായിട്ടൊക്കെ ഇരിക്കും. അങ്ങനത്തെ കംപ്ലയിൻസ് അല്ലാതെ വേറെ കംപ്ലയിൻസോ ബ്രേക്കിങ്ങിനാവട്ടെ കാര്യങ്ങളൊക്കെ കിട്ടാനില്ല. പക്ഷേ വേറെ വണ്ടി അതായത് ഇപ്പോൾ വേറെ ബജാജിൻ്റെ വേറെ വണ്ടികളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സ്പെയർ പാർട്സിന് അത്യാവശ്യം റേറ്റ് ഇച്ചിരി കൂടുതലാണ്. വേറെ അതായത് ഇപ്പോൾ ടി വി എസ് ബജാജൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സ്പെയർ പാർട്സിന് ഇച്ചിരി എക്സ്പെൻസീവാണ്. അതല്ലാതെ വണ്ടി ഇറ്റ്സ് ഗുഡ്. വണ്ടി അധികം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ വണ്ടി നല്ലൊരു വണ്ടിയാണ്. ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യും. വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ്നെസ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.